نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു നേതാക്കന്മാരിൽ നിന്ന്, ലീഡേഴ്സിൽ നിന്ന്, ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള പ്രത്യേകത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പൂർണ്ണമായ മാതൃകാ പുരുഷനായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് പുതുതലമുറയിൽപ്പെട്ട ആളുകൾ അനുകരണീയരായി കൊണ്ടു നടക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളോ അതല്ലെങ്കിൽ ഫിലിം സ്റ്റാറുകളോ വലിയ വലിയ ബിസിനസ്സുകാരോ അധികാരികളോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളായിരിക്കാം. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള നിലക്ക് പുതുതലമുറയിൽപ്പെട്ട ആളുകൾ അവരുടെ റോൾ മോഡലുകളായി ഇത്തരം ആളുകളെ കാണുന്നു. പക്ഷേ പലപ്പോഴും അത്തരം ആളുകളുടെ ഉള്ളറകളിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ അവർ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ളതിലൊന്നും അവർ അനുകരണീയരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെർഫെക്റ്റ് റോൾ മോഡൽ, എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് അനുകരിക്കാവുന്ന, ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു പൂർണ്ണമായ വ്യക്തിത്വം ലോകത്താരും എന്നുള്ളതിന്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. Children are great imitators, so give them something great to imitate എന്ന് പറയാറുണ്ട്. മക്കൾ അവർ നന്നായി അനുകരിക്കുന്നവരാണ്. ആളുകളുടെ ഒരു രീതിയാണ് ആരെയാണോ താൻ റോൾ മോഡലായി കാണുന്നത്, നേതാവായി കാണുന്നത്, അവരെ
അനുകരിക്കുവാൻ, അവരെ പോലെ ആകുവാൻ, അവരെ പോലെ സംസാരിക്കുവാൻ, അവരെ പോലെ പെരുമാറുവാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ അനുകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ മറ്റൊരാളുമില്ല. ഒരു പക്ഷേ മറ്റു അമ്പിയാക്കളെ നമ്മൾ എടുത്താൽ പോലും അവരൊന്നും കാലാകാലത്തേക്കുമുള്ള മാതൃകയായി അള്ളാഹു എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല? ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് അനുകരിക്കുവാൻ വേണ്ടി, വിശ്വസിക്കുവാൻ വേണ്ടി പ്രവാചകനായിട്ട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഉത്തരം കൂടി അതായിരിക്കും. നമുക്കറിയാം, ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തി അദ്ദേഹം ഈ ലോകം വിട്ടു പോയി. പക്ഷേ അദ്ദേഹം ഒരു കുടുംബ ജീവിതം നയിച്ചിട്ടില്ല, വിവാഹ ജീവിതം നയിച്ചിട്ടില്ല. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു ഭരണകർത്താവായിരുന്നില്ല. ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് പോരായ്മയൊന്നുമല്ല. പക്ഷെ പൂർണ്ണമായും ആളുകൾക്ക് എല്ലാ തലത്തിലും പിൻപറ്റുവാൻ സാധിക്കാത്ത ഒരുപാട് ഭാഗങ്ങൾ ഈ വ്യക്തികൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, പ്രബോധകനായിരുന്നു, ഒരു നല്ല പിതാവായിരുന്നു, ഒരു നല്ല നേതാവായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു പടനായകനായിരുന്നു, ഒരു ഭർത്താവായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം മാതൃക ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രീതിയിൽ ലോകത്തിന് മുൻപിൽ ജീവിച്ച് മരിച്ചു പോയ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ 40 വയസ്സ് വരെ അദ്ദേഹം ഒരു സാധാരണ ജീവിതമാണ് നയിക്കുന്നത്. അദ്ദേഹത്തിൽ എന്തെങ്കിലും വളരെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആളുകൾ നിരീക്ഷിച്ചിരുന്നില്ല, കണ്ടിരുന്നില്ല. പക്ഷെ അതിനുശേഷമുണ്ടായ ഒരു വിപ്ലവം മദീനയിലും മക്കയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം. അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചിട്ടില്ല, അക്ഷരാഭ്യാസം നേടിയിട്ടില്ല, എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവിടെയുള്ള സാഹിത്യകാരന്മാരെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥവുമായി രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാചകങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്. എന്നിട്ട് അതുപോലെ ഒന്ന് സൃഷ്ടിക്കുവാൻ, കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവിടെയുള്ള മുടിചൂടാ മന്നന്മാരായ സാഹിത്യകാരന്മാർ പോലും പരാജയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ പ്രബോധനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമല്ല, ആ നാടിന്റെ കൾച്ചർ തന്നെ, സംസ്കാരം തന്നെ മൊത്തം മാറി. പഴയ മക്കയല്ല പിന്നെയുള്ള മക്ക, പഴയ മക്കയുടെ ചരിത്രമല്ല പിന്നെയുള്ള മക്കയുടെ ചരിത്രം, പഴയ മദീനയല്ല പിന്നെയുള്ള മദീന, പഴയ മദീനയുടെ ചരിത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതിന് ശേഷമുള്ള മദീനയുടെ ചരിത്രം. അങ്ങനെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, വെറും 23 വർഷക്കാലം കൊണ്ട്, ഒരു പക്ഷെ ലോക ചരിത്രത്തിൽ എവിടെയും ദർശിക്കാൻ സാധിക്കാത്ത, വായിക്കാൻ സാധിക്കാത്ത, എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു വിപ്ലവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പറഞ്ഞ അത്ഭുതങ്ങൾ, അവര് പലപ്പോഴും അത്ഭുത പരതന്ത്രരായി പോവുകയാണ്. അവര് ഒരൽപ്പം കേട്ടിട്ട് മാത്രമുള്ള, കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലാത്ത യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് ചില ഭാഗങ്ങൾ മാത്രം കേട്ട് പരിചയമുള്ള യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ അവർക്ക് അത്ഭുതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ വളർന്നത് ഖുറൈശി തറവാട്ടിൽ ജനിച്ചു. അബ്ദുള്ളക്കും ആമിനക്കും പുത്രനായി. പിതാവ് അബ്ദുള്ള ജനിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു പോയി. അങ്ങനെ തീർത്തും അനാഥനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. പിന്നീട് പിതാവിന്റെ മരണശേഷം മാതാവ് ആമിനയും അതേപോലെ തന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബുമാണ് വളർത്തുന്നത്. അബ്ദുൽ മുത്തലിബിന്റെയും മരണശേഷം പിതൃവ്യൻ അബൂ ത്വാലിബ് ആ വളർത്തുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവിടെയൊക്കെ ഒരു സാധാരണ ജീവിതം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് അല്ലമീൻ എന്ന് പേര് വെച്ചു.
അവർക്കറിയാമായിരുന്നു ഒരു പച്ച മനുഷ്യനാണ് പ്രവാചകൻ, അവർക്കിടയിൽ ജീവിച്ചവനാണ്, അവര് കണ്ടവരാണ്, അദ്ദേഹത്തിന്റെ ചെറുപ്പം എന്താണെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, വഖാലു മാലി ഹാദ റസൂൽ, ഈ റസൂൽ എന്താ ഇങ്ങനെ? ആളുകൾ ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആളുകൾ ചോദിക്കാണ്, ഈ റസൂൽ എന്താ ഇങ്ങനെയുള്ള ഒരാളാണോ റസൂലായിട്ട് വരിക? എന്താ ഇദ്ദേഹത്തിന് എന്ത് പ്രത്യേകതയാണ് ഇദ്ദേഹത്തിനുള്ളത്? യൗക്കുൽ താമ, ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഇല്ലല്ലോ. സാധാരണ പോലെ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, സാധാരണക്കാരെ പോലെ അങ്ങാടിയിലൂടെ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, നുബുവത്ത് വരെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ നാട്ടുകാർക്കെല്ലാം അറിയാം. എന്തുകൊണ്ട് അള്ളാഹുവിന് എന്നിട്ട് ഈ ആളുകൾ ചോദിക്കാണ് ശത്രുക്കള്, ലൗലാ ഉൻസിലയിലേക്ക് മലക്കുൻ, അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് ഒരു മലക്കിനെ ഇറക്കിയാ പോരെയിരുന്നോ? എപ്പോഴുമാകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ താക്കീതുകാരനായിട്ട് ഒരു മലക്കിനെ വിട്ടാ പോരെയിരുന്നോ എന്ന് ചോദിക്കുമായിരുന്നു ആളുകൾ. എന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ സാധാരണ ജീവിതം നയിച്ച ഒരു വ്യക്തി പിന്നീട് വിശുദ്ധ ഖുർആൻ അവരെ ഓതി കേൾപ്പിക്കുകയും ആ വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന ഒരു പതിപ്പായി, അങ്ങനെയാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നീട് പറഞ്ഞത്, ഖുർആനുൻ യംശി അലൽ അർള്, ഖുർആനുൻ യംശി അലൽ അർള്, ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന ഒരു ഖുർആൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ എന്താണ് ഖുർആനിൽ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, കാന ഖുൽഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തന്നെ ഖുർആൻ ആയിരുന്നു. ആ ഖുർആൻ പഠിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, എന്താണ് പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളുവാൻ ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ആ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ തന്നെ ആ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് കൃത്യമായി പ്രവാചക ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാം. പ്രവാചകരുടെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു, പറഞ്ഞത് പ്രവർത്തിച്ചു, പ്രവർത്തിച്ചത് പറഞ്ഞു. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പ്രായോഗികമല്ലാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്തൊക്കെയാണോ റസൂൽ പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തന്നത് അതാണ് റസൂൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ പറഞ്ഞതിനപ്പുറം ഒന്ന് നമ്മളോട് കൽപ്പിക്കുകയോ കൽപ്പിച്ച കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഏതും ഒരുപാട് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയം തിരിച്ചു വരികയാണ്, മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോ ഭക്ഷണം കഴിക്കണം, വേവിക്കാനുള്ള എന്തോ വിഭവങ്ങൾ കയ്യിലുണ്ട്, വേവിച്ച വിഭവങ്ങളൊന്നും ഇല്ല. മരുഭൂമിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ഒരല്പം തണലുള്ള ഒരു സ്ഥലത്ത് എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു. വിഭവങ്ങൾ പാകം ചെയ്യുവാനുള്ള വിറക് ശേഖരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, നിങ്ങളൊക്കെ പോയിട്ട് വിറക് കൊണ്ടുപോവാ, ഞാനിവിടെ ഇരിക്കട്ടെ എന്നല്ല. എല്ലാവരും വിറക് അന്വേഷിച്ചു. മരുഭൂമിയിൽ വിറക് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? എവിടെയെങ്കിലും വല്ല ചുള്ളിക്കഷ്ണോ കൊമ്പോ ചെറിയ പീസൊക്കെ ഉണ്ടായെങ്കിലായി അത് തെരഞ്ഞ് ഓരോരുത്തരും നടക്കുക. കൂട്ടത്തിൽ റസൂൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇരുന്നില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് സർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യം. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കൽപ്പിച്ചിട്ട് നേതാവ് ഇരിക്കുന്ന ഒരു ബോസിന്റെ സ്റ്റൈൽ അല്ല ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. മറിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ലീഡർ, അവരെ പോലെ ഒരാൾ, അങ്ങനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും വിറക് ശേഖരിച്ചു. എല്ലാവരും ഓരോ പീസ്, 2 പീസൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഒരു പീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. അതവിടെ കൂട്ടി വെച്ചിട്ട് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ചെറിയ കമ്പുകൾ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട്, കുറെ ആളുകളുണ്ടല്ലോ, എല്ലാരും കൊണ്ടുവന്ന കമ്പ് അവിടെ അങ്ങനെ കൂട്ടി വെച്ചപ്പോ അതൊരു തരക്കടില്ലാത്തൊരു കൂമ്പാരായി മാറി, വലിയൊരു വിറകിന്റെ കൂട്ടായി മാറി. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഇങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളില്ലേ, അതിപ്പോ ഒരു ചെറിയ തെറ്റല്ലേ, അതൊരു ചെറിയ കുറ്റല്ലേ, ഇതൊരു ചെറിയ പാപല്ലേ, അത് ഇന്നലെയല്ലേ, മറ്റത് മിഞ്ഞാന്നല്ലേ, അത് ഉമ്മാനോടല്ലേ, ഇത് അയലൊക്കക്കാരോടല്ലേ, മറ്റൊരു സമ്പത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, പരലോകത്ത് വരുമ്പോ ഇതെല്ലാം കൂടി ഒന്നിച്ചാകും. അപ്പൊ അത് വലിയ കൂട്ടായിട്ട് മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ ലേണിംഗ്, ആ സന്ദർഭത്തിൽ അതാണ് പഠിപ്പിച്ചു. നമ്മൾ പറയാറുണ്ടല്ലോ, പല തുള്ളി പെരുവെള്ളം, അത്
പല തുള്ളി കൂടിയിട്ട് ഒരു പെരുവെള്ളമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ അവരെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവർത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറയുന്നത്. അതേപോലെ നീതിയുടെ വിഷയത്തിൽ എല്ലാറ്റിനും നമുക്ക് ഉദാഹരണം കണ്ടെത്താൻ സാധിക്കും. ബദറിൽ അണികളെ സെഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് സെഫ് ശരിപ്പെടുത്തുക. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു കൊച്ചു കമ്പുണ്ട്, ഒരു വടിയുണ്ട്. ഈ വടി ഒരു സ്വഹാബിയുടെ വയറ്റിൽ ചെറുതായിട്ടൊന്ന് കൊണ്ടു, സവാദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ വയറ്റിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി. അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് പറഞ്ഞാൽ പോലെയിരുന്നു, നിങ്ങൾ എന്തിനാണ് എന്റെ വയറ്റത്ത് കമ്പ് കൊണ്ട് അടിച്ചത്, വടി കൊണ്ട് അടിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രയാസം ചെറുതായിട്ടുണ്ടാക്കി. അതിനേക്കാൾ പ്രയാസം ഉണ്ടാക്കി സ്വഹാബാക്കൾക്ക്. ഞാൻ ആരോടായി ചോദിക്കുന്നത്? റസൂലുള്ളാഹിനോടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓക്കെ സവാദ്, നിനക്ക് പ്രതികാരം ചെയ്യാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദിന്റെ മുമ്പിൽ ഇങ്ങനെ വടി കൈ കൊടുത്തിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്തു. എനിക്ക് എവിടെയാണോ നിന്റെ വയറ്റത്ത് ഞാൻ കുത്തിയത് അവിടെ തന്നെ നീ തിരിച്ചു കുത്തിക്കോ. അപ്പൊ സവാദ് പറഞ്ഞു, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, നിങ്ങൾ എന്റെ ഷർട്ട് ഇടാത്ത ശരീരത്തിലാണ് കുത്തിയത്, അതുകൊണ്ട് ഷർട്ട് പൊക്കി കാണിച്ചു തരണം എനിക്ക്, എന്നിട്ടാ ഷർട്ട് ഇടാത്ത ശരീരത്തിൽ കുത്തണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സഹാബാക്കൾക്ക് കൂടുതൽ പ്രയാസമായി. ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹി. അതും ആര്? മുസ്ലിമായ ഒരു വ്യക്തി, അതും ബദറിന് വേണ്ടി സെഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും അമാന്തിക്കാതെ തന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തു. സവാദ് വടി അവിടെ ഇട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഒരിക്കലും ഞാൻ പ്രതികാരം ചെയ്യാനല്ല, എനിക്ക് നിങ്ങളോടുള്ള മഹബത്ത്, ഇഷ്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ സഹാബാക്കളൊക്കെ കണ്ണീര് തുടച്ചു പോയി. എന്ന് പറഞ്ഞാൽ ആ ഒരു നീതിബോധം നോക്കൂ. നിങ്ങൾ ആരോടും ഒരു അതിക്രമവും കാണിക്കാത്ത, ഒരിക്കലും ഒരു ഈഗോ വെച്ച് പുലർത്താത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിത്വം. കഅബയുടെ താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് ഓരോരുത്തരും അതിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന മുശ്രിക്കായ വ്യക്തിയുടെ കയ്യിലാണെന്ന് കഅബയുടെ താക്കോലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തുന്ന സമയത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആഗ്രഹം, കഅബയുടെ അകത്ത് കയറിയിട്ട് നമസ്കരിക്കണം. അപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ അദ്ദേഹത്തോട് ചെന്നിട്ട് ചോദിച്ചു, കഅബയുടെ ചാവി ഒന്ന് തരുമോ, എനിക്കൊന്ന് കയറി രണ്ടാൾക്ക് നമസ്കരിക്കാനാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ല, നബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ കൊടുക്കാൻ തയ്യാറായില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്മാൻ, ആ ചാവി നമ്മളെ കയ്യിൽ വരുന്ന ഒരു കാലം വരാനുണ്ട്, അങ്ങനത്തെ ഒരു കാലം വരും. അപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു, അന്ന് ഖുറൈശികളുടെ നാശത്തിന്റെ കാലമായിരിക്കും, അന്ന് പിന്നെ ഖുറൈശികൾ ബാക്കിയുണ്ട്. നമ്മൾ പറയാമല്ലോ, കൊക്കില് ജീവനുള്ളോടത്തോളം എനിക്കത് കിട്ടൂല എന്നൊക്കെ നിലക്കുള്ള പ്രയോഗം. അന്ന് ഖുറൈശികൾക്ക് ഒരു ഇജ്ജത്തും ഉണ്ടാവില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹന്റെ മറുപടി, റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയല്ല ഉസ്മാൻ, അന്ന് ഖുറൈശികൾക്ക് ഇന്നത്തേക്കാൾ കൂടുതൽ ഇജ്ജത്ത് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. കാലങ്ങൾ കഴിഞ്ഞു. ഫതഹു മക്കയുടെ ദിവസം വിശ്വാസികള് മക്ക കീഴടക്കി ഇങ്ങനെ വരികയാണ്. അങ്ങനെ കഅബയും മക്കയിലുള്ള കംപ്ലീറ്റ് ഇസ്ലാമിന്റെ അധീനതയിലായി. കഅബയുടെ ചാവി കൊണ്ടുവരാൻ പറഞ്ഞു. അന്നും ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ തന്നെയാണ് കഅബയുടെ ചാവി ഉള്ളത്. കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു. കഅബ ശുദ്ധീകരിച്ചു. കഅബയിൽ നിന്ന് വിഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി. അവിടെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ ഉയർന്നു. അതിന്റെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. ഇനി അതിന്റെ ഭാഗം പൂട്ടണം. നമസ്കാരമൊക്കെ പുറത്താണല്ലോ നടക്കുക. കഅബയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്കറിയാലോ, ചെറിയ ക്യൂബ്. അതിനകത്ത് കയറിയിട്ട് വർഷത്തിലൊരിക്കലൊക്കെ ഇപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, നമസ്കരിക്കാറുണ്ട്. സാധാരണ നിലക്ക് നമ്മൾ പുറത്ത് നമസ്കരിക്കാം. അപൂർവമായിട്ട് ആരെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ റമദാനിലൊക്കെ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടവരുണ്ടായിരിക്കാം. ഇന്ന് സാധാരണ നിലക്ക് അപൂർവമായിട്ട് അത് കാണുള്ളൂ. അന്ന് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാവി ഇപ്പൊ മുസ്ലിങ്ങൾക്ക് അധികാരമായല്ലോ, ഇനി ഇത് തിരിച്ചേൽപ്പിക്കണം. ആരെ ഏൽപ്പിക്കും? അലി റളിയല്ലാഹു അൻഹു അടക്കം ആഗ്രഹിച്ചു എന്നാണ് അതിന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ വ്യക്തിയെ തിരിച്ചു വിളിച്ചു. ആരെ? ഉസ്മാൻ ഇബ്നു ത്വൽഹയെ തിരിച്ചു വിളിച്ചിട്ട് എല്ലാവിധ ഇസ്സത്തോടും കൂടി ആ കഅബയുടെ ചാവി ഉസ്മാൻ ഇബ്നു ത്വൽഹയെ തന്നെ തിരിച്ചേൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു യാതൊരു നിൽക്കും ഓനൊക്കെ എങ്ങനെ പറഞ്ഞിരുന്ന ഓനോടൊക്കെ ഇപ്പൊ ഞാൻ പ്രതികാരം ചെയ്തിട്ടെങ്കിൽ പിന്നെ എപ്പോഴാ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ എന്ന് ചോദിക്കുന്ന ഒരു ഈഗോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വെച്ച് പുലർത്തിയില്ല. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തിനാണെന്നറിയോ? ഇന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങള്, അതേപോലെ തന്നെ ചർച്ചകള്, സൈറ്റുകള്, ഇസ്ലാമിന്റെ വിമർശനങ്ങള്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലതും പറഞ്ഞ് പരത്താൻ വേണ്ടി പലതരക്കും പണിയെടുക്കുന്ന പലതരത്തിലുള്ള ആളുകൾക്ക് മറുപടി നൽകേണ്ടത് നമ്മളാണ്. അതിന് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്കതിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ പലരും പല രീതിയിലും വിമർശിക്കും. വിമർശിച്ചവന്റെ കൈവെട്ടലോ പുസ്തകം എഴുതിയവന്റെ തലവെട്ടലോ ഇസ്ലാമിനെ വിമർശിക്കുന്നവന്റെ തലക്ക് ഇനാം പ്രഖ്യാപിക്കലോ ഒന്നുമല്ല ഇസ്ലാമിന്റെ രീതി. ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് ജീവിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകലാണ്. എന്താണ് പ്രവാചകൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കൃത്യമായി കാണിച്ചു കൊടുക്കലാണ്. അതിന്ന് ലോകത്ത് പല നിലക്കും നിർവഹിക്കപ്പെടുന്നുണ്ട്. നമ്മളും ആ വിഷയത്തിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ പങ്കാളികളാവണം. ഒരു പക്ഷെ നമുക്കറിയായിരിക്കും, റാബിതത്തുൽ ആലമിൽ ഇസ്ലാമി മക്ക ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് മുസ്ലിം വേൾഡ് ലീഗ് എന്നറിയപ്പെടുന്ന ഒരു സംഘടന. 979 ഇവര് ഒരു ഗിഫ്റ്റ് പ്രഖ്യാപിച്ചു. 979 ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. ഗിഫ്റ്റ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ പഴയതും പുതിയതുമായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ആധുനികതയോട് യോജിക്കുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം ആരെഴുതും? അങ്ങനെ ഒരു ഗിഫ്റ്റ് ലോകാടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചു. ആർക്കും എഴുതാം. ലോകത്തുള്ള ആർക്കും, ആധുനിക മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനോഹരമായ ഒരു ഗ്രന്ഥം. അങ്ങനെ ഈ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നടക്കം പലരും പങ്കെടുത്ത് 400ഓളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. 979 400 പുസ്തകങ്ങൾ രചിക്കപ്പെട്ടു. ആരെ കുറിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പുതിയ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യത്യസ്തമായ ഭാഷകളിൽ ഈ പുസ്തകങ്ങളെല്ലാം റാബിത്തക്ക് സമർപ്പിച്ചു. അങ്ങനെ അവര് ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് 1ാം സമ്മാനം പ്രഖ്യാപിച്ചത് അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്. മുദ്രയിട്ട അമൃതം എന്നാണ് നമുക്ക് അതിന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഒരു ഗ്രന്ഥം. ഇത് എഴുതിയിരിക്കുന്നത് സഫിയുദ്ദീൻ അൽ മുബാറക് പൂരി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്. ബനാറസിലെ, യുപിയിലെ ബനാറസിലെ അൽ ജാമിഅത്തു സലഫിയ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 2006 അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ ഈ സഫിയുദ്ദീൻ അൽ മുബാറക് പൂരി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു ഗ്രന്ഥം രചിക്കുകയും അറബിയിലാണ് അദ്ദേഹം എഴുതിയത്. അതും അദ്ദേഹം റാബിത്തക്ക് സമർപ്പിച്ചു. ബെസ്റ്റ് ബുക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥമായിരുന്നു. അതിന്റെ പരിഭാഷ അടക്കം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ലഭ്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുവാനുള്ള എമ്പാടും മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അത് കണ്ടെത്തേണ്ടത്, വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഇതൊക്കെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മാർഗം. അല്ലാതെ ഇന്ന് പല കോർണറുകളിലും നടക്കുന്ന ചില ചർച്ചകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ്, അങ്ങനെയുള്ള ചില തിരുശേഷിപ്പുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചില വസ്തുക്കൾക്ക് പിന്നാലെ പോയിട്ട് അതൊക്കെയാണ് പ്രവാചകന്റെ മഹത്വം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇട്ടേച്ചു പോകുന്നു, നിങ്ങളിൽ ബാക്കിയാക്കി പോകുന്നു. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി, അതിലൊന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. ഇവിടെ ഉണ്ട് പ്രവാചകൻ എന്താണ് എന്നുള്ളത്. ഇവിടെ നിന്നാണ് പ്രവാചകൻ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാലോ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുൻപുള്ള ചരിത്രം മുതൽ ഖുർആനിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപുള്ള ആനക്കലഹവുമായി ബന്ധപ്പെട്ട് അലം തറ കൈഫ ഫഅല റബ്ബുക ഖുർആൻ നമ്മൾ അർത്ഥസഹിതം പഠിക്കാൻ തീരുമാനിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തവുമായി ബന്ധപ്പെട്ട സംഭവം അലം നശ്റഹ് ലക സദ്റക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യതീമായി കണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അഭയം നൽകിയ കഥ അലം യജിദ്ക യതീമൻ ഫആവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിച്ചപ്പോൾ ഖദീജ റാനിയുടെ വിവാഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധന്യത നൽകിയ ആളുകൾ വഴിതെറ്റി പോകുമ്പോൾ
അവരെ എങ്ങനെ സന്മാർഗത്തിലേക്ക് നയിക്കണമെന്നുള്ളതിന് നമുക്ക് ഗൈഡൻസ് നൽകിയ ഇറാഖുകയിൽ പോയി നബിസാലമ വചനമിരിക്കുമായിരുന്നു, എങ്ങനെ ഈ ആളുകളെ നന്നാക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് നുബുവത്തിന്റെ തുടക്കം അത് കഴിഞ്ഞ് നുബുവത്ത് ആരംഭിച്ചപ്പോൾ നബിസാലം അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങൾ അങ്ങനെ സ്വഹാബത്ത് ചോദിക്കുന്നു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? സൂറത്തുൽ ബഖറയിലെ 214 ആയത്ത്. അത് കഴിഞ്ഞ് ഹിജ്റ പോകുമ്പോൾ അവർ രണ്ടുപേരും സിദ്ദീഖുൽ അക്ബറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ ഗുഹയിൽ അഭയം തേടിയപ്പോഴുള്ള ചരിത്രം. അവർ രണ്ടുപേരും ആ ഗുഹയിലായിരുന്നപ്പോൾ രണ്ടാമൻ സിദ്ദീഖുൽ അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ആര് സംരക്ഷിക്കുമെന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ വന്നിട്ട് ഓരോ സംഭവങ്ങളും, കിബിലയുടെ മാറ്റം, നബിയെ നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയരുന്നത് നാം കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിബിലയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ തിരിക്കുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തിരിക്കുക എന്ന് പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 144 വചനം. ബദറുമായി ബന്ധപ്പെട്ട് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി, ആയിരക്കണക്കിന് മാലാഖമാരെ കൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്ന സൂറത്ത് ആൽ ഇംറാനിലെ 123 ആയത്ത് വിലക്കത് ബദറിൽ തന്നെ അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്ന് പേരെടുത്തുകൊണ്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അഹ്സാബിന്റെ ചരിത്രം സൂറത്ത് ആൽ ഇംറാൻ 173 ആയത്തിൽ, അതേപോലെ തന്നെ മക്കം ഫതഹുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഫതഹിലെ ആരംഭത്തിൽ, അങ്ങനെ തുടങ്ങി ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ തന്നെ അവസാനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. നബുവത്ത് അവസാനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള സൂചന വരെയുള്ള ചരിത്രങ്ങൾ ഖുർആനിൽ ഉണ്ട്. ഖുർആൻ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുവാനുള്ള ഒന്നാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹദീസുകളാണ്. ഹദീസ് നമുക്കറിയാം സ്വഹീഹാണ് എന്ന നിലയ്ക്ക് സെലക്ട് ചെയ്യപ്പെട്ട സിഹാഹു സിത്ത അല്ലെങ്കിൽ കുതുബു സിത്ത, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഈ 6 ഗ്രന്ഥങ്ങളാണ് കുതുബു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലുള്ള ഹദീസുകളുടെ പ്രത്യേകത കൃത്യമായി സനദ്, ഒരാൾ ഈ ഒരു ഹദീസ് പറയുന്നത് ആരോട് പറഞ്ഞു എന്നുള്ളത് ചരിത്ര സഹിതം വിശദീകരിക്കുന്ന, അങ്ങനെ ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഹദീസുകളാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത്. ഇതിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് സീറകളാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആവർത്തിച്ച് പറയുന്ന ഒരുപാട് സീറകൾ എന്നാണ് അതിന് പറയാം. ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാഖിന്റെ 10 വാല്യമുള്ള സീറകൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിലുകൾ പറയുന്ന സീറകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണാലിറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. തുർമുദിയുടെ ഷമായിൽ, തുർമുദി പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് മാത്രം പറയുന്ന ഖാദി ഇയാദിന്റെ പുസ്തകങ്ങൾ, അഷിഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ദലായിൽ നുബുവ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും ആധുനികമായി ഒരുപാട് സൈറ്റുകളിൽ, അതേപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ലിങ്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സീരീസുകൾ എമ്പാടും നമുക്ക് ലഭ്യമാണ്. ഇപ്പൊ മാർട്ടിൻ ലിങ്സിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസ് ലൈഫ് ബേസ്ഡ് ഓൺ ദി ഏർലിയസ്റ്റ് സോഴ്സ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും ഒക്കെ. താരീഖ് സൈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ സൈറ്റുകളിൽ ലഭ്യമാണ്. ഡോക്ടർ യാസിർ കാരിന്റെ 180 എപ്പിസോഡുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ലഭ്യമാണ്. ഷെയ്ഖ് ഹംസ യൂസുഫിന്റെ 40 എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഫ്തി മങ്ക് നമ്മുടെ കേരളത്തിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ 30 എപ്പിസോഡുകളുള്ള ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം അതിമനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മാർട്ടിൻ, അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അങ്ങനെയൊക്കെയുള്ള എമ്പാടും പ്രവാസിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോ നമ്മുടെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ റോൾ മോഡലുണ്ടല്ലോ, ഫുട്ബോൾ രംഗത്തോ അല്ലെങ്കിൽ ഫിലിമിലോ ഒക്കെയുള്ള ആളുകളെ കുറിച്ച് എന്ത് ചോദിച്ചാലും അവരുപയോഗിക്കുന്ന ഡ്രസ്സിന്റെ കളർ അടക്കം, അവരുടെ വീട്ടിലെ ഡോഗിന്റെ പേരടക്കം ഈ കുട്ടികൾക്ക് അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ റോൾ മോഡലായി കാണേണ്ടുന്ന പ്രവാസിയെ കുറിച്ച് എന്ത് വിവരമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്? മൊബൈലിൽ നോക്കിയിട്ട് അതൊന്ന് പഠിക്കാൻ
അങ്ങനെയുള്ള ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു ക്ലബിനെ പരിചയപ്പെടുത്തുവാൻ, അങ്ങനെ പ്രവാചകനാണ് റോൾ മോഡൽ എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ റോൾ മോഡലിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഈ ഒരു പഠനം അനിവാര്യമായും നടക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ രീതിയിൽ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.